അപ്പോൾ എല്ലാവർക്കും ഹായ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്കക്കുരു മിക്സഡ് സാലഡാണ്. ഇത് കണ്ട് ഇഷ്ടപ്പെട്ട ഇത് ട്രൈ ചെയ്ത് നോക്കാനും എനിക്കൊരു ലൈക്ക് തരാനും മടിക്കല്ലേ. ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളൊരു 11 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. നമ്മൾ ചുവന്ന തോല് കളയുന്നില്ല. അപ്പോൾ ചക്ക സീസണല്ലേ, അപ്പോൾ ചക്കക്കുരുവൊക്കെ വെറുതെ ചീഞ്ഞളിഞ്ഞ് കളയാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം നമ്മൾ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഈ മഴക്കാലത്ത് നല്ലത്. അപ്പോൾ നമുക്ക് ഈ ചക്കക്കുരു എല്ലാം ഇതുപോലെ തോല് കളഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ ചക്കക്കുരു മുറിക്കുന്നൊന്നുമില്ല, ഇങ്ങനെ തന്നെ പുഴുങ്ങിയെടുക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് നമ്മൾ ഈ ചക്കക്കുരു ഒന്ന് വൃത്തിയായി കഴുകുന്നുണ്ട്. 2 പ്രാവശ്യം കഴുകുന്നുണ്ട് നമ്മൾ. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് പുഴുങ്ങാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചക്കക്കുരു ഒരുപാട് വെന്ത് പോകരുത്. നമ്മൾ ഒരു വിസിൽ വന്നതും ഓഫ് ചെയ്തു. ഇപ്പോൾ ചൂടാറിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ചക്കക്കുരു നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചക്കക്കുരു മാത്രമല്ല, നമ്മളിത് ഈ 3 സാധനങ്ങളോട് ഇതിനെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചക്കക്കുരു ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല ചക്കക്കുരു വേവിക്കുമ്പോൾ. അപ്പോൾ ചക്കക്കുരു ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പഴം എടുത്ത് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പാതിയെ എടുക്കുന്നുള്ളൂ. ഈ ഒരു പരുവത്തിൽ മുറിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഏത്തപ്പഴം ആയതുകൊണ്ട് 4ആക്കി മുറിച്ചിട്ടാണ് മുറിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഏത് പഴം വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാം. ചെറുപഴം എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ പഴം മുറിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ആപ്പിൾ കട്ട് ചെയ്യാം. ആപ്പിളും പഴവും മാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. പഴം അരിഞ്ഞെടുത്ത പോലെ തന്നെയാണ് നമ്മൾ ആപ്പിൾ മുറിച്ചെടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് 10 കശുവണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2ആയി പൊളിച്ചിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. കശുവണ്ടി മാത്രമല്ല, നിലക്കടലയോ പുഴുങ്ങിയ ചെറുപയറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് മധുരത്തിന് ആവശ്യമായ തേൻ കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 3 സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചക്കക്കുരുവിൻ്റെ രുചിയാണ് ഏറ്റവും കൂടുതൽ എടുത്തറിയുന്നത്. നമ്മുടെ ചക്കക്കുരു മിക്സഡ് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കമൻറ്റും ലൈക്കും ചെയ്യണം. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. കൂട്ടത്തിൽ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുകയുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.